ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 എഴുതിയാണ് ഇവിടെ കയറിയത്. അന്ന് എൻ്റെ റാങ്ക് 3075 ആയിരുന്നു. നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്ത് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽക്കെയിൻസിന്റെ കൺഫർമേഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ കൺഫർമേഷൻസ് പറഞ്ഞു. നമ്മൾ കൺഫർമേഷൻസ് എഴുതാൻ നമ്മൾ രണ്ട് ഫോമിൽ എഴുതാൻ പറ്റും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഏതൊക്കെയാണ്? ഒന്ന് സോഹേഴ്സ് പ്രൊജക്ഷനും രണ്ട് ന്യൂമാൻസ് പ്രൊജക്ഷൻ. ഇത് രണ്ടും ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം സോഹേഴ്സ് പ്രൊജക്ഷൻ. In this projection, the molecule is viewed along the molecular axis. It is then projected on paper by drawing the central carbon-carbon bond as a somewhat longer straight line. Upper end of the line is slightly tilted towards right or left-hand side. The front carbon is shown at the lower end of the line. Whereas the rear carbon is shown at the upper end. ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ കാർബൺ ബോണ്ട് ഇച്ചിരി നീട്ടി കാണിക്കും നമ്മൾ. എന്നിട്ട് ബാക്കിലുള്ള കാർബൺ നമ്മൾ മേളിൽ കാണിക്കുന്നു, ഫ്രണ്ടിലുള്ള കാർബൺ ഇച്ചിരി താഴെ കാണിക്കും. അപ്പൊ ഇതാണ് ബാക്കിലുള്ള കാർബൺ, ഇതാണ് ഫ്രണ്ടിലുള്ള കാർബൺ. കാർബൺ ബോണ്ടാണ് ഈ കാണിക്കുന്നത്. അത് ഇച്ചിരി ബാക്കിയുള്ള ബോണ്ടിനേക്കാൾ ഇച്ചിരി നീട്ടി നമ്മൾ വരയ്ക്കും. ഓക്കെ. ഈച്ച് കാർബൺ ഹാസ് 3 ലൈൻസ് അറ്റാച്ച് ടു ഇറ്റ് കറസ്പോണ്ടിങ് ടു ദി 3 ഹൈഡ്രജൻ ആറ്റം. ഓരോ കാർബണിന് 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. ലൈൻസ് ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി ടു ഈച്ച് അതർ. ഈ ഓരോ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് എന്താണ്? 120 ഡിഗ്രി ഉണ്ട് അവരുടെ ഇടയിൽ അല്ലേ? ഇത് 120 ഡിഗ്രി ആണ്. പക്ഷെ യഥാർത്ഥത്തിൽ ബോണ്ട് ആംഗിൾ അവിടെ എന്താണ്? 120 ഡിഗ്രി അല്ല, നമുക്കറിയാം ടെട്രാഹീഡ്രലാണ്. 109.5 നമ്മൾ വരയ്ക്കുമ്പോൾ 120 ഡിഗ്രി വെച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ. Sohor's projections of eclipsed and staggered conformations of ethane are depicted here. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എക്ലിപ്സ്ഡ് ഫോം എന്ന് വെച്ചാൽ എന്താണ്? ഫ്രണ്ട് ഹൈഡ്രജൻ നിൽക്കുന്ന അതേ ലെവലിൽ തന്നെ ബാക്കിലത്തെ ഹൈഡ്രജൻ നിൽക്കുന്നു. ഈ ഹൈഡ്രജന്റെ അതേ ലെവലിൽ ഇവിടെ നിൽക്കുന്നു, ഇവിടെ അതേപോലെ നിൽക്കുന്നു. ഇവിടെ സ്റ്റാഗേർഡ് ഫോം എന്ന് വെച്ചാൽ എന്താണ്? ഫ്രണ്ട് ഹൈഡ്രജന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് എന്ത്? ബാക്കിലുള്ള ഹൈഡ്രജൻ നിൽക്കുന്നത് അല്ലേ? എന്ന് വെച്ചാൽ ബാക്കിലുള്ള കാർബൺ എന്താണ്? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഈ കാർബൺ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോമാണ് എക്ലിപ്സിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോമാണ് സ്റ്റാഗേർഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത രണ്ടാമത്തത് ന്യൂമാൻ പ്രൊജക്ഷൻസ്. ഇൻ ദിസ് പ്രൊജക്ഷൻ ദ മോളിക്യൂൾ ഈസ് വ്യൂഡ് അറ്റ് ദി കാർബൺ ബോണ്ട് ഹെഡ് ഓൺ. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ മോളിക്യൂളിന്റെ മേലെ, ഈ സോഹേഴ്സ് പ്രൊജക്ഷൻസ് നമ്മൾ മോളിക്യൂളിന്റെ മേലെ നമ്മൾ നോക്കുന്ന പോലെ നമ്മൾ നോക്കുന്നത്. പക്ഷേ ന്യൂമാൻ പ്രൊജക്ഷൻസ് എന്താണ്? നമ്മൾ ഈ ഫ്രണ്ടിലത്തെ കാർബണിന്റെ അതിന്റെ നേരെ നിന്ന് നമ്മൾ നോക്കുന്നു. അതാണ് ന്യൂമാൻ പ്രൊജക്ഷൻ ചെയ്യുന്നത്. ഓക്കെ. In this projection, the molecule is viewed at the carbon bond head on. The carbon atom nearer to the eye is represented by a point. The 3 hydrogen atoms attached to the front carbon are shown by 3 lines drawn at an angle of 120 degree to each other. The rear carbon atom is represented by a circle and the 3 hydrogen atoms shown to it by the shorter lines drawn at an angle of 120 degree to each other. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഈ ഇവിടെ എക്ലിപ്സ് ഫോം സ്റ്റാഗേർഡ് ഫോം കാണിക്കും. ഇവിടെ ഫ്രണ്ടിലത്തെ കാർബൺ എന്താണ്? ഇവിടെ ഈ ഡോട്ട് ആണ് ഫ്രണ്ട് എടുത്ത കാർബൺ. അതിന്റെ 3 കാർബൺ ഹൈഡ്രജൻ ലൈൻ ബോണ്ട് ലൈൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ബാക്കിലത്തെ കാർബൺ എന്താണ്? ബാക്കിലത്തെ കാർബൺ ആണ് ഈ കാണിച്ചേക്കുന്ന ഈ സർക്കിൾ. ഓക്കെ. അവിടുത്തെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സ് ഫ്രണ്ടിലുള്ളതിനേക്കാളും ചെറിയ ലൈൻസ് ഉണ്ട്. ഈ ചെറിയ ലൈൻസ് ആണ് അവിടുത്തെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സ്. എക്ലിപ്സ്ഡ് ഫോമിൽ എന്താണ്? ഇത് നേരെ ഓവർലാപ്പ് ചെയ്ത് വരും. കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ വരച്ചേക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് നേരെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നതാണ് എക്ലിപ്സ്ഡ് ഫോം. സ്റ്റാഗേർഡ് ഫോം എന്ന് പറയുന്നത് എന്താണ്? ഈ ബാക്കിലുള്ള കാർബൺ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതാണ് എന്താ ഈ കാണിച്ചേക്കുന്ന സ്റ്റാഗേർഡ്. ഇപ്പൊ ന്യൂമാൻ പ്രൊജക്ഷൻസിൽ ഇതിന്റെ എക്ലിപ്സ് സ്റ്റാഗേർഡ് ഫോം ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ. റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് കൺഫർമേഷൻ. As mentioned earlier, in staggered form of ethane, the electron clouds of carbon hydrogen bonds are as far apart as possible. Staggered ഫോമിൽ ഇലക്ട്രോൺ ക്ലൗഡ് നോക്കുക. നമ്മുടെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഒന്നിന്റെ കാർബൺ ഹൈഡ്രജൻ ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങനെ നിൽക്കുക അല്ലേ? രണ്ടാമത്തെ അപ്പുറത്തെ സ്റ്റാഗേർഡിൽ നോക്കുക അല്ലേ? ഓരോ ഹൈഡ്രജന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് നിൽക്കുന്നത്. രണ്ടാമത്തെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ അവിടെ എന്താണ്? ഇലക്ട്രോൺ ക്ലൗഡ് ഏറ്റവും ഡിസ്റ്റൻസിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ അവിടെ ആയിരിക്കും എന്താണ് ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ള ഫോം വരുന്നത്. ദസ് ദർ ആർ മിനിമം റിപ്പൾസീവ് ഫോഴ്സസ്, മിനിമം എനർജി ആൻഡ് മാക്സിമം സ്റ്റെബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ. ഇപ്പം അവിടെ ഏറ്റവും കുറവ് റിപ്പൾസീവ് ഫോഴ്സ് അവിടെ ആയിരിക്കും, ഏറ്റവും കുറവ് എനർജി ഉള്ള ഫോം അതായിരിക്കും. മാത്രമല്ല മാക്സിമം സ്റ്റെബിലിറ്റി ഉള്ളതും സ്റ്റാഗേർഡ് ഫോമിനായിരിക്കും. On the other hand, when the staggered form changes into eclipsed form, അല്ലേ? സ്റ്റാഗേർഡ് ഫോം എക്ലിപ്സ് ഫോം ആകുമ്പോൾ എന്താ? നേരെ സെയിം ലെവൽ, ഓരോ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് സെയിം ലെവലിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും? അവിടെ ആയിരിക്കും ഏറ്റവും മാക്സിമം റിപ്പൾഷൻ, ഏറ്റവും കൂടുതൽ എനർജി അവിടെ ആയിരിക്കും, ഏറ്റവും സ്റ്റെബിലിറ്റി കുറവും അവിടെ ആയിരിക്കും അല്ലേ? അതാണ് ഇവിടെ നോക്കുന്നത്. When the staggered form changes to eclipsed form, the electron clouds of the carbon hydrogen bonds come closer to each other, resulting in increase in electron cloud repulsion.
To check the increased repulsive forces, molecule will have to possess more energy and thus have lesser stability. ഇപ്പം അവിടെ മാക്സിമം റിപ്പൾസീവ് ഫോഴ്സ് അവിടെ ആയിരിക്കും, മാക്സിമം എനർജി അവിടെ ആയിരിക്കും, ലെസ് സ്റ്റെബിലിറ്റി അവിടെ. As already mentioned, the repulsive interaction between the electron clouds which affects stability of a conformation is called torsional strain. ഇല്ലേ, ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് കാരണമുള്ള റിപ്പൾസീവ് ഫോഴ്സ് കാരണം ഉള്ള അവിടുത്തെ ആ ഫോഴ്സ് നമ്മൾ ടോർഷണൽ സ്ട്രെയിൻ എന്നാണ് വിളിച്ചത് അല്ലേ. Magnitude of torsional strain depends upon the angle of rotation about carbon-carbon bond. This angle is also called dihedral angle or torsional angle. എന്താണ് ഈ ടോർഷണൽ സ്ട്രെയിൻ നമ്മൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം എന്താണ്? ഡൈഹീഡ്രൽ ആംഗിൾ ആണ് ടോർഷണൽ ആംഗിൾ ഉപയോഗിച്ചാണ്. എന്നുവെച്ചാൽ എന്താണ്, ഇവിടെ ആ കൺഫർമേഷനുള്ള രണ്ട് കാർബൺ ആറ്റംസ് നിൽക്കുന്ന ആ കാർബൺ ആറ്റംസിന്റെ തമ്മിലുള്ള ആംഗിൾ, അതാണ് ഡൈഹീഡ്രൽ ആംഗിൾ ഉദ്ദേശിക്കുന്നത്. For the conformation of ethane, the staggered form has the least torsional strain and the eclipsed form the maximum torsional strain. അപ്പം എക്ലിപ്സ് ഫോമിലാണ് എന്ത് മാക്സിമം ടോർഷണൽ സ്ട്രെയിൻ ഉള്ളതും ഏറ്റവും കുറവുള്ളത് സ്റ്റാഗേർഡ് ഫോം. Therefore, staggered conformation is more stable than the eclipsed conformation. ഓൾറെഡി പറഞ്ഞാണ് സ്റ്റാഗേർഡിലായിരിക്കും എന്താണ് മിനിമം എനർജി മാക്സിമം സ്റ്റെബിലിറ്റി. അപ്പം സ്റ്റാഗേർഡിനായിരിക്കും എക്ലിപ്സിനേക്കാളും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. Hence, molecule largely remains in staggered conformation, or we can say that it is preferred conformation. അപ്പോൾ എന്താണ്, അതാണ് കൂടുതൽ സ്റ്റേബിൾ ആയതുകൊണ്ട് മാക്സിമം മോളിക്യൂൾസ് എന്തായിരിക്കും സ്റ്റാഗേർഡ് ഫോമിലായിരിക്കും നിൽക്കുക. Thus, it may be inferred that rotation around carbon-carbon bond is ethane is not completely free. എന്താണ് കാർബൺ ബോണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ റൊട്ടേഷൻ അവിടെ ഇല്ല. കാരണം എന്താണ്, അവിടെ നോക്കുകയാണെങ്കിൽ കൺഫർമേഷൻസിൽ റിലേറ്റീവ് സ്റ്റെബിലിറ്റി കൂടുതൽ, എന്താണ് ഓരോ ഫോംസിൽ റിലേറ്റീവ് സ്റ്റെബിലിറ്റി കൂടുതലാണ്. അപ്പൊ കംപ്ലീറ്റ്ലി ഫ്രീ എന്ന് പറയത്തില്ല. അപ്പൊ കൂടുതൽ പ്രിഫേർഡ് ആയിരിക്കുന്ന ഫോം ഏതാണ്? സ്റ്റാഗേർഡ് ഫോം ആണ് നമുക്ക് പറഞ്ഞു. ഓക്കെ, the energy difference between the two extreme forms is of the order of 12.5 kilojoule per mole, which is very small. ഇപ്പം എന്നുവെച്ചാൽ എക്ലിപ്സ്ഡിന്റെയും സ്റ്റാഗേർഡ് ഫോമിന്റെയും അതിന് രണ്ടിന്റെയും കൂടെ എനർജി ഡിഫറൻസ് പറയുന്നത് എത്ര? 12.5 kilojoule per mole ആണ്, which is very small. Even at ordinary temperatures, the ethane molecule gains thermal or kinetic energy sufficiently enough to overcome this energy barrier of 12.5 kilojoule. ഇപ്പൊ റൂം ടെമ്പറേച്ചറിൽ തന്നെ എന്താണ് ഈ ഈഥേൻ മോളിക്യൂളിൽ അല്ലെങ്കിൽ ഏത് മോളിക്യൂളായിട്ട് അതിന് ഈ 12.5 kilojoule per mole ഈ എനർജി ബാരിയർ ഓവർകം ചെയ്യാനുള്ള എനർജി റൂം ടെമ്പറേച്ചറിൽ തന്നെ ആ മോളിക്യൂളിന് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്നാൽ റൊട്ടേഷൻ എന്താണ്, കാർബൺ ബോണ്ടിന്റെ റൊട്ടേഷൻ എന്താണ്, അത്ര ഫ്രീയും അല്ല. It can be said that rotation about carbon-carbon single bond is ethane is almost free for all practical purposes. അതാണ് ഓൾമോസ്റ്റ് ഫ്രീ ആണ് ഫോർ ഓൾ പ്രാക്ടിക്കൽ. ഫുള്ളി ഫ്രീ ആണ് നമ്മൾ പറയത്തില്ല, കാരണം എനർജി ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ആ എനർജി ബാരിയറിന് കടക്കാനുള്ള എനർജി റൂം ടെമ്പറേച്ചറിലാണ് മോളിക്യൂളിന് കിട്ടുന്നുണ്ട്. ഓക്കെ, it has not been possible to separate and isolate different conformational isomers of ethane. അല്ല, ഇപ്പം ഈ ഐസോമർ എന്താണ് കൺഫർമേഷൻ ഐസോമേഴ്സിനെ സെപ്പറേറ്റ് ഐസൊലേറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. അത്രയും നമുക്ക് ആൽക്കീൻസിനെ കുറിച്ച് പറയാനുള്ളൂ. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ആൽക്കീൻസിനെ പറ്റിയാണ്. ആൽക്കീൻസ് ആർ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് വൺ ഡബിൾ ബോണ്ട്. ഒരു ഡബിൾ ബോണ്ടെങ്കിലും ഉള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കീൻസ്. വാട്ട് ഷുഡ് ബി ദ ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻസ്? ഇപ്പം ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല നമ്മൾ ആൽക്കീൻസ് ജനറൽ ഫോർമുല പറഞ്ഞു എന്താണ്? CnH2n+2 ആണ്. ശരി, അപ്പൊ ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല എന്താ? ഒരു ഡബിൾ ബോണ്ട് വരുമ്പോൾ എന്താ, രണ്ട് ഹൈഡ്രജൻ കുറയും, അപ്പൊ CnH2n വരും. അപ്പൊ അതാണ് എന്ത് ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല വരുന്നത്. വൺ ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ ടു കാർബൺ ആറ്റംസ് ആൽക്കീൻ ദേ മസ്റ്റ് പൊസസ് ടു ഹൈഡ്രജൻ ആറ്റം ലെസ് ദാൻ ആൽക്കീൻസ്. ഇല്ലേ, ഒരു ഡബിൾ ബോണ്ട് വരുന്നതുകൊണ്ട് ആൽക്കീൻസിനേക്കാൾ രണ്ട് ഹൈഡ്രജൻ കുറവായിരിക്കും. അതുകൊണ്ട് അവരുടെ ജനറൽ ഫോർമുലയാണ് CnH2n എന്ന് പറയുന്നത്. These are also known as olefins. Since the first member ethylene or ethene was found to form an oily liquid on reaction with the chlorine. എന്താണ് ഈഥീൻ എന്ന് പറയുന്ന മോളിക്യൂള് ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്ത് ഓയിൽ ഫോം ചെയ്തു. അതുകൊണ്ട് അവരെ ആൽക്കീൻസിനെ നമ്മൾ ഒലിഫീൻസ് എന്ന് വിളിക്കാറുണ്ട്. ഒലിഫീൻസ് എന്ന് വെച്ചാൽ ഓയിൽ ഫോമിങ്. അടുത്ത നമുക്ക് പറയാനുള്ളത് സ്ട്രക്ചർ ഓഫ് ഡബിൾ ബോണ്ട്. കാർബൺ ഡബിൾ ബോണ്ട് ഇൻ ആൽക്കീൻസ് കൺസിസ്റ്റ് ഓഫ് വൺ സ്ട്രോങ് സിഗ്മ ബോണ്ട് due to head-on overlapping of sp2 hybridized orbital and one weak pi bond obtained by lateral or sideways overlapping of the two p orbitals of the two carbon atoms. എന്താണ് ഒരു ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിഗ്മ ബോണ്ട് കാണും. സിഗ്മ ബോണ്ട് എന്തായാലും 397 kilojoule per mole ആണ്. പിന്നെ ഒരു പൈ ബോണ്ട് ഉണ്ടാവുന്നു. എന്താണ് ലാറ്ററൽ ഓവർലാപ്പ് കാരണം ടു പി ഓർബിറ്റലിന്റെ ലാറ്ററൽ ഓവർലാപ്പ് കാരണം പൈ ബോണ്ട് ഉണ്ടാവുന്നു. രണ്ട് sp2 ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ ഓവർലാപ്പ് കാരണം സിഗ്മ ബോണ്ടും ഉണ്ടാവുന്നു. പൈ ബോണ്ട് എന്തായാലും ഇവിടെ 284 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ദ ഡബിൾ ബോണ്ട് ഷോർട്ടർ ഇൻ ബോണ്ട് ലെങ്ത്. ബോണ്ട് ലെങ്ത് കുറവാണ്. സിംഗിൾ ബോണ്ടിലെ ബോണ്ട് ലെങ്ത് എന്തായാലും 154 picometer ആണ്. ഡബിൾ ബോണ്ടിന്റെ 134 picometer ആണ്. We have already read that the pi bond is a weaker bond due to pure sideways overlapping between the two p orbitals. അല്ലേ, നമ്മൾ ഹെഡ് ഓൺ സിഗ്മ ബോണ്ട് എന്താണ് ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് സ്ട്രോങ് ബോണ്ട് ആയിരിക്കും. പക്ഷേ പൈ ബോണ്ട് എന്ന് പറയുന്നത്
സൈഡ് വേസ് ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് സിഗ്മ ബോണ്ടിനേക്കാളും വീക്കർ ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. അതാണ് ബോണ്ടിന്റെ എന്താണ് ബോണ്ടിന്റെ തലത്തിൽ നോക്കാം, ഇവിടെ 284 ഉള്ളൂ, മറ്റേത് 390 ആണ്. Thus, the presence of pi bond makes alkenes behave as sources of loosely held mobile electrons. ഈ പൈ ബോണ്ട് ഉള്ളതുകൊണ്ട് ആ പൈ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കാരണം എന്താണ്, അത് ലൂസ്ലി ഹെൽഡ് മൊബൈൽ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് അത് റിയാക്റ്റീവ് ആയിരിക്കും. Therefore, alkenes are easily attacked by reagents or compounds which are in search of electrons. അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ തേടി പോകുന്ന റിയേജന്റ്, അല്ലെങ്കിൽ പറഞ്ഞാൽ ഇലക്ട്രോഫൈൽസിന്റെ അറ്റാക്കിന് ഈസിലി സസെപ്റ്റബിൾ ആണ് ആൽക്കീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം അവിടെ ഈ ഫ്രീ മൊബൈൽ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട്, പൈ ഇലക്ട്രോൺസ് ഉള്ളൂ. ഇലക്ട്രോഫൈൽസ് അല്ലെങ്കിൽ ഇലക്ട്രോഫിലിക് റിയേജൻസിന്റെ അറ്റാക്കിന് പ്രോൺ ആണ് ആൽക്കീൻസ്. The presence of weaker pi bonds makes alkenes unstable molecules in comparison to alkanes, and thus alkenes can be changed into a single bond compounds by combining with the electrophilic reagent. അപ്പോൾ ഈ ആൽക്കീൻസിലുള്ള പൈ ബോണ്ട് സിഗ്മ ബോണ്ടിനേക്കാളും വീക്ക് ആയതുകൊണ്ട് തന്നെ എന്ത്, ആൽക്കീൻസിനെക്കാളും കൂടുതൽ റിയാക്റ്റീവ് ആയിരിക്കും ആൽക്കീൻസ്. ഇലക്ട്രോഫിലിക് റിയേജൻസ് ആഡ് ചെയ്തുകൊണ്ട് ആൽക്കീൻസിനെ നമുക്ക് ആൽക്കൈൻസ് ആക്കി മാറ്റാൻ പറ്റും. Strength of the double bond 681 kilojoule per mole is greater than that of a carbon single bond in ethane. ഇപ്പൊ ഡബിൾ ബോണ്ട് മൊത്തത്തിലുള്ള സ്ട്രെങ്ത്, സിഗ്മയും പൈയുടെയും കൂടെ രണ്ടിനെയും കൂടെ സ്ട്രെങ്ത് എടുത്താൽ 681 കിലോജൂൾ വരും. അത് സിംഗിൾ ബോണ്ടിനേക്കാളും സ്ട്രോങ് ആണ്. ഇവിടെ നോക്കാം, ഇവിടെ ഡബിൾ ബോണ്ട് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട് ഈത്തീന്റെ. ഈത്തീനിൽ എന്താണ്, 2 കാർബണും 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റിൽ കാണും ഇല്ലേ. അപ്പൊ sp2 ഹൈബ്രിഡ് ഓർബിറ്റിൽ തമ്മിൽ എന്താണ് ബോണ്ട് ചെയ്ത് എന്താണ് സിഗ്മ ബോണ്ട് ഉണ്ടാക്കുന്നു. ബാക്കിയുള്ള 2 sp2 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഹൈഡ്രജൻ വെച്ച് റിയാക്ട് ചെയ്യുന്നു. പിന്നെ ഓരോ കാർബണും 2p ഓർബിറ്റിൽ വേക്കന്റ് ആയിട്ട് കിടപ്പുണ്ട് അല്ലേ. ഇവിടെ ഒരു വേക്കന്റ് ഓർബിറ്റിൽ, ഇവിടെ ഒരു വേക്കന്റ് ഓർബിറ്റിൽ, ഇവിടെ ഒരു വേക്കന്റ് ഓർബിറ്റിൽ, ഇവിടെ ഒരു വേക്കന്റ് ഓർബിറ്റിൽ. അത് തമ്മിൽ സൈഡ് വേസ് ഓവർലാപ്പ് നടത്തി പൈ ബോണ്ട് നമുക്ക് കിട്ടും. അടുത്ത ഇവരുടെ നോമൻക്ലേച്ചർ. For nomenclature of alkenes in IUPAC system, longest chain of carbon atoms containing the double bond is selected. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ഡബിൾ ബോണ്ട് വരുന്ന ചെയിൻ നമ്മൾ എടുക്കുന്നു, ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് അതിനെ നമ്പർ ചെയ്യുന്നു. നമ്പറിംഗ് ഓഫ് ദ ചെയിൻ ഇസ് ഡൺ ഫ്രം ദി എൻഡ് വിച്ച് ഈസ് നിയറർ ടു ദി ഡബിൾ ബോണ്ട്. അപ്പൊ ഡബിൾ ബോണ്ട് വരുന്ന എൻഡ് ആയിരിക്കുന്നത് നമ്മൾ അവിടെ നിന്നായിരിക്കും നമ്പർ ചെയ്ത് തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഡബിൾ ബോണ്ടിന് ഷോർട്ടസ്റ്റ് നമ്പറിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യുന്നു. ദ സഫിക്സ് ENE റീപ്ലേസസ് ANE ഓഫ് ആൽക്കെയിൻസ് അല്ലെ. അപ്പം ആൽക്കെയിൻസിന്റെ ANE മാറ്റി അവിടെ എന്ത് വരുന്നു, ENE വരുന്നു. ഇറ്റ് മേ ബി റിമെമ്പർഡ് ദാറ്റ് ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കീൻ സീരീസ് ഈസ് CH2 നോൺ ആസ് മെത്തീൻ ബട്ട് ഹാസ് എ വെരി ഷോർട്ട് ലൈഫ്. അപ്പം CH2 എന്ന് പറയുന്ന മെമ്പർ ആണെന്ന് ഈ ആൽക്കീൻസിന്റെ ഫസ്റ്റ് മെമ്പർ. CnH2 N1 കൊടുത്താൽ നമുക്ക് CH2 ആണ് കിട്ടുന്നത്, പക്ഷെ അതിന് വളരെ ചെറിയ ഷോർട്ട് ലൈഫ് ആണ്. As already mentioned, first stable member of alkenes. അപ്പം ആൽക്കീൻസിന്റെ ഫസ്റ്റ് സ്റ്റേബിൾ മെമ്പർ എന്ന് പറയുന്ന ആരാണ്, എത്തിലീൻ. അല്ലെങ്കിൽ അതിന്റെ ഈത്തീന്റെ കോമൺ നെയിം ആണ് എത്തിലീൻ. ഓക്കെ, അപ്പോൾ ചിലരുടെ IUPAC നെയിംസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്, പ്രൊപ്പീൻ്റെത് ബ്യൂട്ടീൻ, ബ്യൂട്ട്1ഈൻ, ബ്യൂട്ട്2ഈൻ, പിന്നെ ബ്യൂട്ട13 ഡൈൻ. ഇത് നമ്മൾ പോളിമർ ചാപ്റ്ററിൽ റബ്ബറിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുന്ന സാധനമാണ്. പിന്നെ നമുക്ക് ഇത് ഇവിടുത്തെ ലോങ്ങസ്റ്റ് ചെയിൻ നമ്മൾ എടുക്കുന്നു. സെക്കൻഡ് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് മീഥൈൽ ഗ്രൂപ്പ് വരുന്നു. അപ്പൊ 2 methyl prop1ഈൻ, 3 methyl ബ്യൂട്ട്1ഈൻ. ഓക്കെ, ചിലരുടെ IUPAC നെയിംസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അടുത്ത നമുക്ക് പറയാനുള്ളത് ആൽക്കീൻസിലുള്ള ഐസോമെറിസം. ആൽക്കീൻസ് ഷോ ബോത്ത് സ്ട്രക്ചറൽ ഐസോമെറിസം ആൻഡ് ജോമെട്രിക്കൽ ഐസോമെറിസം. ആൽക്കീൻസിൽ 2 ഐസോമെറിസം ഉണ്ട്. സ്ട്രക്ചറൽ ഐസോമെറിസം, as in alkenes, ethene and propene can have only one structure, but alkenes higher than propene have different structures. അപ്പൊ എന്താണ്, ഈഥീനും പ്രൊപ്പീനും എന്താണ് ഒറ്റ സ്ട്രക്ചറേ വരത്തുള്ളൂ, പക്ഷെ അതിൽ കൂടുതൽ മെമ്പേഴ്സ് വന്നാൽ എന്താണ് വേറെ സ്ട്രക്ചേഴ്സ് വരാം. അവിടെ ആൽക്കെയിൻസ് പറഞ്ഞപ്പോൾ നമ്മൾ 4 കാർബണുള്ള ആൽക്കെയിൻസ് പറഞ്ഞപ്പോൾ എന്താണ് അവിടെ എന്ത് വരും, നമ്മുടെ ഐസോബ്യൂട്ടേൻ വന്നിരുന്നു. പിന്നെ പെൻറ്റേൻ വന്നപ്പം ഐസോപെൻറ്റേൻ വന്നിരുന്നു, പിന്നെ നിയോപെൻറ്റേൻ വന്നിരുന്നു. അങ്ങനെയുള്ള ഐസോമേഴ്സ് വന്നു. അതേപോലെ തന്നെ ആൽക്കീൻസിന്റെ കേസിൽ നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 4 കാർബൺ വന്നപ്പോൾ നോക്കാം, ഫസ്റ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരുന്ന ബ്യൂട്ട്1ഈൻ ഉണ്ട്. പിന്നെ ഇവിടെ സെക്കൻഡ് പൊസിഷൻ ഡബിൾ ബോണ്ട് വരുന്ന ബ്യൂട്ട്2ഈൻ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ദാണ്ട് ഒരു മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ചിങ്ങോടെ 2 methyl prop1ഈനും ഉണ്ട്. ഓക്കെ, ഇത് 3 എന്താണ്, സ്ട്രക്ചേഴ്സ് 1 and 3 and 2 and 3 ആർ എക്സാമ്പിൾസ് ഓഫ് ചെയിൻ ഐസോമേഴ്സ് അല്ലേ. ഇപ്പം 1ഉം 3ഉം 1 and 3 ഇതും ചെയിൻ ഐസോമേഴ്സ് ആണ്. ഇതും ചെയിൻ ഐസോമേഴ്സ് ആണ്. പക്ഷെ 1ഉം 2ഉം എന്താണ് ചെയിൻ ഐസോമേഴ്സ് അല്ല, അവരെന്താണ് ഒരു പൊസിഷൻ ഐസോമേഴ്സ് ആണ്. അവർ ജസ്റ്റ് എന്താണ് ഡബിൾ ബോണ്ട് പൊസിഷൻ മാറി മാറ്റുള്ളൂ. ചെയിൻ ലെങ്ത് സെയിം ആണ് അവർക്ക്. 1ഉം 3ഉം 2ഉം 3ഉം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ചെയിൻ ലെങ്ത് മാറി. അപ്പൊ എന്താണ് അവർ ചെയിൻ ഐസോമേഴ്സ്. ഇനി ജോമെട്രിക്കൽ ഐസോമേഴ്സ്. Doubly bonded carbon atoms have to satisfy the remaining 2 valences by joining with 2 atoms or groups. If the 2 atoms or groups attached to each carbon are different, they can be represented by XYC double bond CXY. അപ്പൊ എന്താണ് നമുക്ക്
ഒരു കാർബൺ എന്താണ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ ഈഥീന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പിന്നെ ഓരോ കാർബണിന് രണ്ട് വാലൻസി സാറ്റിസ്ഫൈ ചെയ്യണം. ആ രണ്ട് വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറെ വേറെ ഗ്രൂപ്പാന്ന് ആലോചിക്കും, വിചാരിക്കാം. ഓക്കെ, എക്സും വൈയും എക്സും വൈയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബോണ്ട് ഇങ്ങനെ കാണിക്കും, വൈ എക്സ് സി ഡബിൾ ബോണ്ട് സി എക്സ് വൈ. അപ്പൊ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ കേസിൽ രണ്ട് കാർബണിന്റെ എക്സ് ഒരു സൈഡിൽ വന്നു, അല്ലെ, വൈ രണ്ടും ഒരു സൈഡിൽ വന്നു. ഇനി രണ്ടാമത്തെ കേസ് എങ്ങനെ, എക്സും വൈയും ഒരു സൈഡിൽ വന്നു, വൈയും എക്സും ഒരു സൈഡിൽ വന്നു, അല്ലേ. അപ്പൊ ഈ രണ്ട് രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇൻ എ ദ ടു ഐഡന്റിക്കൽ ആറ്റംസ് ബോത്ത് ദി എക്സ് ഓർ ബോത്ത് ദി വൈ ലൈ ഓൺ ദി സെയിം സൈഡ്, അല്ലേ. എക്സും ഒരു സൈഡിൽ വന്നു, വൈയും ഒരു സൈഡിൽ വന്നു. ഓർ ബട്ട് ഇൻ ബി ദ ടു എക്സ് ഓർ ടു വൈ ലൈ അക്രോസ് ദി ഡബിൾ ബോണ്ട്, അല്ലേ. അപ്പൊ ഇവര് ഡയഗണലി ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവർ വന്നത്, അല്ലേ. എക്സ് ഇവിടെ വന്നു, ഇവിടെ ഒരു എക്സ് വന്നു, ഇവിടെ വൈ വന്നു, ഇവിടെ വൈ വന്നു. ദിസ് റിസൾട്ട്സ് ഇൻ ഡിഫറെന്റ് ജോമെട്രി ഓഫ് എ ആൻഡ് ബി, that is disposition of atoms or groups in this space in two arrangement is different, therefore they are stereoisomers. ഇവരുടെ അറേഞ്ച്മെന്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഇവരെ stereoisomers എന്ന് വിളിക്കുന്നത്. They would have the same geometry if atoms or groups around the carbon carbon bond can be rotated, but rotation around carbon carbon bond is not free. ഇവർക്ക് എന്താണ് ഒരേ ജോമെട്രി വന്നേനെ, എങ്ങനെ, എപ്പോ ഈ കാർബൺ കാർബൺ ബോണ്ടിലുള്ള റൊട്ടേഷൻ ഫ്രീ ആയിരുന്നെങ്കിൽ എന്താ, ഈ ഓരോന്ന് റൊട്ടേറ്റ് ചെയ്ത് അവർക്ക് എന്താണ് അവർ നമ്മൾ സെയിം ജോമെട്രി നമുക്ക് പറയായിരുന്നു, ഈ റൊട്ടേഷൻ പോസിബിൾ ആയിരുന്നെങ്കിൽ. പക്ഷെ ഇവരുടെ എന്താണ് റൊട്ടേഷൻ ഫ്രീ അല്ല, ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ആൽക്കെയിൻസിനെ പോലെ അത്ര ഫ്രീ അല്ല ഇവരുടെ റൊട്ടേഷൻ, അതുകൊണ്ട് ഇവർ സ്റ്റീരിയോസൈമേഴ്സ് ആവും. അപ്പൊ ആ ഡബിൾ ബോണ്ടിൽ എന്തുകൊണ്ട് റൊട്ടേഷൻ പോസിബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ എക്സാമ്പിൾ പറയുന്നത്. എന്താണ്, രണ്ട് പീസ് ഓഫ് സ്ട്രോങ് കാർബോർഡ് എടുക്കുക, അവരെ ആൻഡ് ജോയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടു നെയിൽസ്, ഹോൾഡ് വൺ കാർബോർഡ് ഇൻ വൺ ഹാൻഡ് ആൻഡ് ട്രൈ ടു റൊട്ടേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ രണ്ട് വടികൾ നമ്മൾ ഒരേ ലെങ്ത്തുള്ള രണ്ട് വടി എടുത്ത് അതിന്റെ എൻഡ് തമ്മിൽ നമ്മൾ നെയിൽ ചെയ്യുന്നു, എന്നിട്ട് തന്നെ അതിന് തമ്മിൽ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് പാടായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ്. The stereoisomers of these types are called geometrical isomers. അപ്പൊ ഇവരെ നമ്മൾ geometrical isomers എന്ന് വിളിക്കുന്നത്. The isomer of type A in which two identical atoms or groups lie on the same side of the double bond is called cis isomer. അല്ലേ, വെച്ചാൽ ഒരേപോലുള്ള രണ്ട് ആറ്റംസ് ഒരു സൈഡിൽ വന്നാലും, ഇത് ഈ കേസിൽ രണ്ട് എക്സ് ഒരേ സൈഡിൽ വന്നു, അതിനെ നമ്മൾ, അല്ലെങ്കിൽ രണ്ട് വൈ ഒരേ സൈഡിൽ വന്നു, അങ്ങനെയുള്ള ഐസോമറിനെ നമ്മൾ cis isomer എന്ന് വിളിക്കുന്നു. ഇനി രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് സൈഡിൽ വന്നാലും, ഇല്ല ഡയറക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാൽ അതിന് നമ്മൾ ട്രാൻസ് ഐസോമർ. ഓക്കെ, thus cis and trans isomers have the same structure but have different configuration. ഇപ്പൊ ഇവിടെ ആറ്റംസ് നിൽക്കുന്ന അറേഞ്ച്മെന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി ഫോർമുല ഒക്കെ സെയിം ആണ്. Due to different arrangement of atoms or groups in space, these isomers differ in their properties. ഇപ്പൊ ഇവർക്ക് എന്താണ്, ഇവർക്ക് പ്രോപ്പർട്ടീസിലും ഡിഫറൻസ് ഉണ്ട്. എന്ത്, ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, ഡൈപോൾ മൊമെന്റ്, സോൾബിലിറ്റി എക്സെട്ര. ഓക്കെ, ഇവിടെ എല്ലാം തന്നെ ഇവർക്ക് ഡിഫറൻസ് ഉണ്ട്. BuT2ന്റെ ജോമെട്രിക് ഐസോമേഴ്സ് നോക്കാം. അപ്പൊ ഇവിടെ നോക്കാം, CH3 ഒരേ സൈഡിൽ വന്നു, അല്ലേ. പിന്നെ CH3 ഓപ്പോസിറ്റ് സൈഡിൽ വന്നത് ട്രാൻസ്. ആൻഡ് ബോയിന് പോയിന്റ് ഡിഫറൻസ് നോക്കാം. cis BuT2ന് 277 കെൽവിൻ, ട്രാൻസ് BuT2ന് 274 കെൽവിൻ. This form of alkene is found to be more polar than the trans form. ഇപ്പൊ സിസ് ഫോമിനാണ് ട്രാൻസ് ഫോമിനേക്കാളും കൂടുതൽ പൊളാരിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ഡൈപോൾ മൊമെന്റ് ഓഫ് സിസ് BuT2 is 0.33 ഡിബൈ. ഇപ്പൊ സിസ് BuT2ന്റെ ഡൈപോൾ മൊമെന്റ് 0.33 ഡിബൈ ആണ് വന്നേക്കുന്നത്. പക്ഷെ ട്രാൻസിന്റെ ഡൈപോൾ മൊമെന്റ് എന്താണ്, ഓൾമോസ്റ്റ് 0 ആണ്. കാരണം നേരെ ഡയഗണലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവർ നിൽക്കുന്നത്. ദിസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ഡ്രോയിങ് ദി ജോമെട്രീസ് ഓഫ് ദി ഫോംസ് as given below, from which it is clear that in trans BuT2 the two middle groups are in opposite direction, therefore dipole moments of CH3 bonds cancel. അല്ലേ, ഇപ്പൊ ഇവിടെ CH3 bonds ആണ് ഡൈപോൾ മൊമെന്റ് ഉള്ളത്. അപ്പൊ ഇവിടെ cis BuT2 നോക്കിയാൽ എന്താണ്, ഇവരുടെ ഇയാൾ ഡൈപോൾ മൊമെന്റ് ഇങ്ങനെയുണ്ട്, ഇയാൾ ഡൈപോൾ മൊമെന്റ് ഇങ്ങനെയുണ്ട്. അപ്പൊ റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് നമുക്ക് ഇങ്ങനെ കിട്ടും, അല്ലേ. പക്ഷെ ഇവിടെ നോക്കുക, ഇയാൾ ഡൈപോൾ മൊമെന്റ് ഇങ്ങനെ, ഈ ഇതിന്റെ ഡൈപോൾ മൊമെന്റ് ഇങ്ങനെ, അത് രണ്ടും കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഓൾമോസ്റ്റ് 0 കിട്ടും. In the case of solids, it is observed that the trans isomer has higher melting point than the cis forms. അപ്പം സോളിഡ്സിന്റെ കേസിലാണെങ്കിൽ ട്രാൻസ് ഐസോമറിനായിരിക്കും എന്ത്, സിസ് ഫോമിനെക്കാളും ഹയർ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്. Geometrical or cis trans isomerism is also shown by alkenes of the type XYC double bond CXZ. അപ്പൊ എന്താണ്, ഒരു സൈഡിൽ മാത്രം ആറ്റംസ് സെയിം വരും. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, XY എക്സ് സെഡ്. ഇപ്പൊ വേറെ ഒരു ആറ്റം മാത്രമേ രണ്ട് കാർബൺ ആറ്റത്തിനും കോമൺ ആയിട്ടുള്ളൂ, അല്ലേ. അല്ലെങ്കിൽ നമുക്ക് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് XZ XY, ഇതെന്താണ്, ഇതായിരിക്കും സിസ് ഐസോമർ. കാരണം രണ്ട് എക്സ് ഒരേ സൈഡിൽ വന്നു,
രണ്ട് എക്സ് ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ ഇതായിരിക്കും ഇത് ട്രാൻസ് ഐസോമർ ആവുക. അതേപോലെ തന്നെ ഇനി ഒരു ആറ്റവും കോമൺ ഇല്ലെങ്കിൽ അതാണ് ഈ കാണിച്ചിരിക്കുന്ന എക്സ് വൈ സിയും സി സെഡ് ഡബ്ല്യു ഒരു ആറ്റവും കോമൺ ഇല്ല. അപ്പൊ ഏതെങ്കിലും രണ്ട് ആറ്റം നമ്മൾ ഒരേ സൈഡിൽ വന്നാൽ വെറുതെ നമ്മൾ സിസ് വിളിച്ചാൽ മറ്റേതെന്ന് പറയുന്നത് ട്രാൻസ് ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് പറയാനുള്ളത് ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷൻ. ഒന്നാമത്തത് ഫ്രം ആൽക്കൈൻസ്. Alkynes on partial reduction with calculated amount of dihydrogen in the presence of Paradise charcoal partially reacted with poisons like sulfur compounds or quinoline gives alkenes. അപ്പൊ എന്താണ് നമ്മൾ ആൽക്കൈന്റെ പാർഷ്യൽ റിഡക്ഷൻ നടത്തിയാൽ എന്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പാരഡൈസ്ഡ് ചാർക്കോൾ അല്ലെ പലഡയും ചാർക്കോൾ അത് വെച്ച് നമ്മൾ റിഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് എന്താണ് ആൽക്കൈൻസിന്റെ റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് ആൽക്കീൻസ് കിട്ടും അല്ലെ. അപ്പൊ ഫുൾ റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് ആൽക്കൈൻസ് കിട്ടും. അപ്പം പാർഷ്യൽ റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് ആൽക്കൈൻസ് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ഡീആക്ടിവേറ്റഡ് ആയിട്ടുള്ള ചാർക്കോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പാരഡൈസ് ചാർക്കോൾ ഇസ് നോൺ ആസ് ലിൻലേഴ്സ് കാറ്റലിസ്റ്റ്. ഈ കാറ്റലിസ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലിൻലേഴ്സ് കാറ്റലിസ്റ്റ്. Alkenes thus obtained are having cis geometry. However, alkenes on reduction with sodium and liquid ammonia forms trans alkenes. അപ്പൊ എന്താണ് ഈ ലിൻലേഴ്സ് കാറ്റലിസ്റ്റ് വെച്ച് നമ്മൾ റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ആൽക്കീൻ എന്തായിരിക്കും? സിസ് ആൽക്കീൻ ആയിരിക്കും. പക്ഷേ സോഡിയം ആൻഡ് ലിക്വിഡ് അമോണിയ വെച്ച് നമ്മൾ നടത്തുന്ന റിഡക്ഷൻ നമുക്ക് കിട്ടുന്ന ആൽക്കീൻ എന്തായിരിക്കും? അത് ട്രാൻസ് ആൽക്കീൻ. അപ്പൊ നോക്കുക ഇവിടെ ഫസ്റ്റ് കോമ്പൗണ്ടിൽ നമ്മൾ ലിൻലേഴ്സ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചു. അപ്പൊ നമുക്ക് സിസ് ആൽക്കീൻ കിട്ടി. സോഡിയം ലിക്വിഡ് അമോണിയം ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ് ആൽക്കീൻ കിട്ടി അല്ലേ. നമുക്ക് ഈതൈനെ നമ്മൾ ലിൻലേഴ്സ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കും. അപ്പൊ നമുക്ക് ഈത്തീൻ കിട്ടുന്നു. പ്രൊപ്പൈനെ നമ്മൾ ലിൻലേഴ്സ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ പ്രൊപ്പൈൻ കിട്ടുന്നു. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് വിൽ പ്രൊപ്പീൻ ദസ് ഒബ്റ്റെയിൻഡ് ഷോ ജോമെട്രിക്കൽ ഐസോമറിസം അല്ലേ. അപ്പൊ ഈ കിട്ടുന്ന പ്രൊപ്പീൻ ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്. അപ്പോൾ നോക്കാം നമ്മൾ കാർബൺ ഡബിൾ ബോണ്ട് വരയ്ക്കുന്നു. ഒരു കാർബണിൽ രണ്ട് സൈഡിലും ഹൈഡ്രജൻ. ഇവിടെ CH3 ഓക്കെ. ഇവിടെ ഐസോമറിസം പോസിബിൾ ആണ്. നോക്കാം ഐസോമറിസം പോസിബിൾ ആണോ നോക്കാം. രണ്ട് ഹൈഡ്രജൻ എന്താണ് രണ്ട് ആറ്റത്തിനും കോമൺ ആയിട്ടുള്ളത് ഹൈഡ്രജൻ മാത്രമാണ്. പക്ഷെ ആലോചിച്ച് നോക്കുക ഇവിടെ ഈ കാർബൺ ഡബിൾ ബോണ്ടിന് രണ്ട് ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. തിരിച്ചു വന്നാലും ഇവിടെ ഹൈഡ്രജൻ ഇവിടെ CH3 എന്നാലും എങ്ങനെ നോക്കിയാലും രണ്ട് കാർബണിന്റെ ഒരേ സൈഡിൽ എപ്പോഴും എന്തുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാവും അല്ലേ. ഇങ്ങനെ എഴുതിയാലും ഹൈഡ്രജൻ. ഇപ്പൊ ഇവിടെ സിസ് ട്രാൻസ് ഐസോമറിസം പോസിബിൾ ആണോ? അല്ല. ഓക്കെ, അപ്പൊ എങ്ങനെ വരച്ചാലും ഒരു സൈഡിൽ ഹൈഡ്രജൻ കാണും, മറ്റേ സൈഡിൽ CH3യും Hഉം കാണും. അപ്പൊ അതുകൊണ്ട് ഇവിടെ സിസ് ട്രാൻസ് ഐസോമറിസം ഇല്ല. അടുത്ത നമ്മൾ ആൽക്കൈൻസ് എന്നുള്ള പ്രിപ്പറേഷൻ പറഞ്ഞു. ഒന്ന് ലിൻലേഴ്സ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കാം, പിന്നെ സോഡിയം ലിക്വിഡ് അമോണിയ ഉപയോഗിക്കാം. അടുത്ത രണ്ടാമത്തെ എന്താണ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്. ആൽക്കൈൽ ഹാലൈഡ്സ് എന്നുള്ളത് എങ്ങനെ നോക്കാം. ആൽക്കൈൽ ഹാലൈഡ്സ് ഓൺ ഹീറ്റിംഗ് വിത്ത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ലിസോൾ ആൽക്കഹോൾ. ആൽക്കൈൽ ഹാലൈഡ്സ് നമ്മൾ ആൽക്കഹോളിക് പൊട്ടാഷ്യം വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നു. എലിമിനേറ്റ് 1 molecule of halogen acid to form alkene. ഇവിടെ എന്താണ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ റിയാക്ഷൻ. എന്താണ് ഒരു ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നോക്കാം ആൽക്കഹോളിക് ഏജ് നമ്മൾ റിയാക്ട് ചെയ്യുന്നു. ഇവിടെ ഹൈഡ്രജൻ പോകുന്നത് എന്താണ് ബീറ്റ കാർബണിൽ നിന്നായിരിക്കും ഹൈഡ്രജൻ പോകുന്നത്. അപ്പൊ ഹൈഡ്രജൻ ഹാലൈഡ് പോകുമ്പോൾ എന്താണ് ഹൈഡ്രജൻ ഹാലൈഡ് പോകുമ്പോൾ ഹാലജൻ പോകുന്നത് നമ്മുടെ ആൽഫ കാർബണിൽ നിന്നും ഹൈഡ്രജൻ പോകുന്നത് നമ്മുടെ ബീറ്റ കാർബണിൽ നിന്നും ആയിരിക്കും. അതുകൊണ്ട് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ആണ്. നേച്ചർ ഓഫ് ഹാലജൻ ആറ്റം ആൻഡ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് ഡിറ്റർമിൻ ദി റേറ്റ് ഓഫ് ദി റിയാക്ഷൻ. അപ്പൊ നോക്കാം ഹാലജൻ ആറ്റവും ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പൊ ഏറ്റവും പെട്ടെന്ന് പോകുന്ന ആളായിരിക്കും ഹൈഡ്രജൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്തിട്ടാണെങ്കിൽ, പിന്നെ ബ്രോമിൻ, പിന്നെ ക്ലോറിൻ. ഇനി ടെറിഷറി ഗ്രൂപ്പ് ആണെങ്കിൽ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്ട്, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. ഓക്കെ, അടുത്ത മൂന്നാമത്തെ വിസിനിൽ ഡൈഹാലൈഡ്സ്. എന്താണ് ഡൈഹാലൈഡ്സ് എന്ന് വെച്ചാൽ ബോണ്ട് ചെയ്തിരിക്കുന്ന രണ്ട് കാർബണിൽ ഓരോ ഹാലജൻസ് ഉണ്ട്. Dihylides in which two halogen atoms are attached to two adjacent carbon atoms are known as vicinal dihylides. ഇല്ലേ, ഇപ്പം രണ്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന രണ്ട് കാർബണിന്റെ രണ്ടുപേരുടെയും കയ്യിൽ ഓരോ ഹാലജൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഹാലൈഡ്സിനെ നമ്മൾ വിസിനൽ ഡൈഹൈലൈഡ്സ് എന്ന് വിളിക്കുന്നു. വിസിനൽ ഡൈഹൈലൈഡ്സ് ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് സിങ്ക് മെറ്റൽ ലൂസ് എ മോളിക്യൂൾ ഓഫ് സിങ്ക് ഹാവ്. നോക്കാം സിങ്ക് മെറ്റൽ വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആൽക്കീൻ കിട്ടും. ഈ റിയാക്ഷൻ നമ്മൾ ഡീഹാലോജനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം CH2Br CH2Br. ഓക്കെ, ഡൈബ്രോമോ ഈതൈൻ. ഡൈബ്രോമോ ഈതൈനെ നമ്മൾ സിങ്ക് വെച്ച് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈത്തീൻ കിട്ടുന്നു. ഡീഹാലോജനേഷൻ വെച്ചാണ് നമ്മൾ വിസിനൽ ഡൈഹാലൈഡ്സ് എന്ന് ഉണ്ടാക്കുന്നത്. അടുത്ത നാലാമത്തത് ഫ്രം ആൽക്കഹോൾസ് ബൈ അസിഡിക് ഡീഹൈഡ്രേഷൻ. ആൽക്കഹോളിസിന് അസിഡിക് ഡീഹൈഡ്രേഷൻ വഴി എന്താണ് നമുക്ക് ആൽക്കീൻസിന് ഉണ്ടാക്കാം. ആൽക്കഹോൾസ് ഓൺ ഹീറ്റിംഗ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഫോം ആൽക്കീൻസ് വിത്ത് എലിമിനേഷൻ ഓഫ് 1 വാട്ടർ മോളിക്യൂൾ. അപ്പൊ ആൽക്കഹോൾസ് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്താൽ ഒരു വാട്ടർ മോളിക്യൂളിന്റെ എലിമിനേഷൻ വെച്ച്
നമുക്ക് ആൽക്കീൻസ് കിട്ടും. Since a water molecule is eliminated from the alcohol molecule in the presence of an acid, this reaction is known as acidic dehydration of alcohol. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രശ്നത്തിൽ നടത്തുന്ന ഡീഹൈഡ്രേഷൻ അല്ലെ, ഒരു വാട്ടർ മോളിക്യൂൾ പോകുന്നു അല്ലെ, ഡീഹൈഡ്രേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ acidic dehydration of alcohols എന്ന് വിളിക്കുന്നു. This reaction is also the example of beta elimination reaction അല്ലേ. ഇതും എന്താണ്, ഒരു ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. കാരണം OH ഗ്രൂപ്പ് എന്ന് പോകുന്നത് നമ്മുടെ ആൽഫ കാർബണിൽ നിന്നും ഹൈഡ്രജൻ പോകുന്നത് നമ്മുടെ ബീറ്റ കാർബണിൽ നിന്നാണ്. ഏതുപോലെ നമ്മുടെ ഇവിടെ കണ്ട പോലെ ഹൈലോജനേഷനിൽ നടന്ന പോലെ ബീറ്റ എലിമിനേഷൻ ആണ് ഇവിടെ നടക്കും. എത്തനോൾ ഉള്ള കാർബൺ ആണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ഇരിക്കുന്ന കാരണം ആൽഫ കാർബൺ, ഹൈഡ്രജൻ പോകുന്നത് നമ്മുടെ ബീറ്റ കാർബണിൽ നിന്നായിരിക്കും. അങ്ങനെ നമുക്ക് എത്തീൻ കിട്ടും. പിന്നെ പറയാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻസ്. ആദ്യം ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ആൽക്കീൻസ് ആർ എ ക്ലാസ് റിസംബിൾ ആൽക്കെയിൻസ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എക്സെപ്റ്റ് ഇൻ ടൈപ്സ് ഓഫ് ഐസോമെറിസം ആൻഡ് ഡിഫറൻസ് ഇൻ പോളാർ നേച്ചർ. ഇപ്പൊ ആൽക്കെയിൻസിനെ പോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് എന്താണ് സിമിലർ ആണ് ആൽക്കെയിൻസിന്, പക്ഷെ എന്താണ് ഡിഫറൻസ് ഉള്ള എവിടെയാണ്, ടൈപ്സ് ഓഫ് ഐസോമെറിസത്തിനും ഡിഫറൻസിനും പോളാർ നേച്ചർ ഇല്ലേ. നമ്മളിവിടെ ഡൈപോൾ മൊമെന്റ് ഒക്കെ ഉള്ള കാര്യം പറഞ്ഞു. പിന്നെ എന്താണ് ഐസോമെറിസത്തിൽ നമ്മൾ എന്താണ് ജോമെട്രിക്കൽ ഐസോമെറിസം ഒക്കെ നമ്മൾ ഇവിടെ ഉള്ളതാണ് പറഞ്ഞു. The first 3 members are gases. ആദ്യത്തെ 3 പേര് gases ആണ്. The next 14 are liquids and the higher ones are solids. Ethene is a colorless gas with a faint sweet smell. Ethene എന്താണ് കളർലെസ് ഗ്യാസ് ആണ്, അതിൽ ചെറിയ സ്വീറ്റ് സ്മെല്ലും ഉണ്ട്. all other alkenes are colorless and odorless. ബാക്കി എല്ലാ ആൽക്കീൻസ് എന്താണ് കളർലെസ്സും ആണ് ഓർഡർലെസ്സും ആണ്. ഇൻസോലുബിൾ ഇൻ വാട്ടർ അല്ലേ, കാരണം എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, വാട്ടർ എന്ന് പറയുന്നത് പോളാർ സോൾവെന്റ് ആണ്, അപ്പൊ അതിനകത്ത് ഇൻസോലുബിൾ ആയിരിക്കും. ബട്ട് ഫെയർലി സോലുബിൾ ഇൻ നോൺ പോളാർ സോൾവെന്റ്. ഇപ്പൊ നോൺ പോളാർ സോൾവെന്റ്സിൽ സോലുബിൾ ആണ്, എന്ത് ലൈക്ക് ബെൻസീൻ, പെട്രോളിയം, ഈതർ. ദേ ഷോ എ റെഗുലർ ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിന്റ് വിത്ത് ഇൻക്രീസ് ഇൻ സൈസ്. ഇപ്പൊ ആൽക്കീൻസിനെ പോലെ തന്നെ സൈസ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ചെയിൻ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഇവിടെ എന്താണ് ബോയിലിംഗ് പോയിന്റ് കൂടി വരും. എന്നുവെച്ചാൽ ഓരോ CH ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് 20 to 30 കെൽവിന് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ലൈക്ക് ആൽക്കീൻസ്, സ്ട്രേറ്റ് ചെയിൻ ആൽക്കീൻസ് ഹാവ് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ ഐസോമെറിക് ബ്രാഞ്ച് ചെയിൻ കോമ്പൗണ്ട്സ്. ഇപ്പം സ്ട്രേറ്റ് ചെയിൻ ആൽക്കീൻസ് ആയിരിക്കും ബ്രാഞ്ചിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. കാരണം എന്താണ് വാണ്ടർവാൾസ് ഫോഴ്സ് സർഫസ് ഏരിയ ഡിപെൻഡന്റ് ആണ്. അപ്പൊ സർഫസ് ഏരിയ കൂടുന്നതനുസരിച്ച് വാണ്ടർവാൾസ് ഫോഴ്സും കൂടും, ബോയിലിംഗ് പോയിന്റും കൂടും. ഓക്കെ, അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടി. ആൽക്കീൻസ് ആർ ദ റിച്ച് സോഴ്സ് ഓഫ് ലൂസ്ലി ഹെൽഡ് പൈ ഇലക്ട്രോൺസ് അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫ്രീലി മൊബൈൽ ഇലക്ട്രോൺസ് ആണ് പൈ ഇലക്ട്രോൺസ്. അപ്പൊ അവരുടെ ഒരു റിച്ച് സോഴ്സ് ആണ് ആൽക്കീൻസ് എന്ന് പറയുന്നത്. ഡ്യൂ ടു വിച്ച് ദേ ഷോ അഡീഷൻ റിയാക്ഷൻസ് ഇൻ വിച്ച് ദി ഇലക്ട്രോഫൈൽസ് ആഡ് ഓൺ ടു ദി കാർബൺ ഡബിൾ ബോണ്ട്. ഇപ്പൊ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതിന്റെ തന്നെ ഇലക്ട്രോഫൈൽസ് വന്ന് നമ്മളിവിടെ ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്തു അഡീഷൻ റിയാക്ഷൻസ് ഇവർ കാണിക്കാറുണ്ട്. സം റിയേജൻസ് ഓൾസോ ആഡ് ബൈ ഫ്രീ റാഡിക്കൽ മെക്കാനിസം. ചില റിയേജൻസ് എന്താണ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴി ആഡ് ചെയ്യാറുണ്ട്. There are cases when under special conditions alkenes also undergo free radical substitution reactions. Special conditions alkenes free radical substitution reactions നടക്കാറുണ്ട്. Oxidation and ozonolysis reactions are also quite prominent in alkenes. Oxidation and ozonolysis ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം addition of dihydrogen അല്ലേ. Alkenes add up to 1 molecule of dihydrogen in presence of finely divided nickel, palladium or platinum to form alkenes. ഇപ്പൊ എന്തായാലും ആൽക്കീൻസിന്റെ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞതാണ്. ഫ്രം ആൽക്കീൻസിൽ പ്രിപ്പറേഷൻ നമ്മൾ കണ്ടാണ് ഡൈഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് നമ്മൾ എന്താണ് ആൽക്കീൻസിനെ ആൽക്കൈൻസ് ആക്കി മാറ്റുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് പോവാം നമുക്ക്. വേണ്ടേ അല്ലേ, നമുക്ക് ആൽക്കീൻസ് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്തു ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം, പലേഡിയം ഓർ നിക്കൽ. നിക്കലിന് പക്ഷേ ഹയർ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പക്ഷെ ബാക്കി രണ്ടെണ്ണത്തിനും ഡ്യൂറോൺ ടെമ്പറേച്ചറിൽ നമുക്ക് നടത്താം. അപ്പൊ അതാണ് ആൽക്കീൻസിന്റെ ഹൈഡ്രജൻ അഡീഷൻ. ഓക്കെ, രണ്ടാമത്തത് അഡീഷൻ ഓഫ് ഹാലജൻസ്. ഹാലജൻസ് ലൈക്ക് ബ്രോമിൻ ഓർ ക്ലോറിൻ ആഡ് അപ് ടു ആൽക്കീൻ ടു ഫോം വിസ്നൽ ഡൈഹൈലൈറ്റ്സ് അല്ലേ. ഇപ്പം ഹാലജൻസിന് ആഡ് നമുക്ക് വിസ്നൽ ഡൈഹൈലൈറ്റ്സ് കിട്ടാറുണ്ട്. ഹവർ ഐഡിൻ ഡസ് നോട്ട് ഷോ അഡീഷൻ റിയാക്ഷൻ. അപ്പൊ ബ്രോമിനും ക്ലോറിനും മാത്രമേ ഈ റിയാക്ഷൻ കാണിക്കാറുള്ളൂ, ഐഡിൻ കാണിക്കാറില്ല. Does not show reaction under normal condition. The reddish orange color of bromine solution in carbon tetrachloride is discharged when bromine adds up to the unsaturation site. അപ്പൊ എന്താണ് ബ്രോമിൻ സൊല്യൂഷന്റെ റെഡ് കളർ കുറയുന്നതായിട്ട് കാണാം. ഇപ്പോ ഈ ബ്രോമിൻ എന്താണ് ഈ ഈഥീനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ റെഡ് കളർ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. റിയാക്ഷൻസ് യൂസസ് ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷന്റെ ടെസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം അല്ലേ. അങ്ങനെ ഈ ബ്രോമിന്റെ റെഡിഷ് ഓറഞ്ച് കളർ പോകുന്നതനുസരിച്ച് എന്താണ് അപ്പൊ പോയാലും നമുക്ക് പറയാം അവിടെ എന്താണ് അൺസാച്ചുറേറ്റഡ് ബോണ്ട് അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ കളർ പോയത്. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വിസ്നൽ ഡൈഹൈലൈറ്റ്സ് ആണ് കിട്ടുന്നത്. ക്ലോറിൻ ആഡ് ചെയ്യുന്നു, അപ്പോഴും വിസ്നൽ ഡൈഹൈലൈറ്റ്സ്. ഓക്കെ, അടുത്ത മൂന്നാമത്തത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്.
hydrogen halides add up to alkenes to form alkyl halides. ഇപ്പം ആൽക്കീൻസ് നമ്മൾ ഹൈഡ്രജൻ ഹാലൈഡ്സ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ്സ് കിട്ടും. ഈ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്, ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്ന ആരാണ്? HI, പിന്നെ HBr, പിന്നെ HCl. Like addition of halogens to alkenes, addition of hydrogen halides is also an example of electrophilic addition reaction. ഇത് എന്താണ്? ഒരു electrophilic addition reaction എക്സാമ്പിൾ ആണ്. Let us illustrate this by taking addition of HBr to symmetrical and unsymmetrical alkenes. അല്ലേ? അപ്പോൾ അത് നമ്മൾ പറയാൻ പോകണം. ആദ്യം നമ്മൾ HBr നമ്മൾ ഒരു സിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ആഡ് ചെയ്യാം. Okay. Addition reaction to HBr to symmetrical alkenes takes place by electrophilic addition reaction. അപ്പോൾ നോക്കാം, ഇതിന് ഒരു സിമെട്രിക്കൽ ആൽക്കീൻ ആണ്. അതേപോലെ തന്നെ But2 ഒരു സിമെട്രിക്കൽ ആൽക്കീൻ ആണ്. അതിലേക്ക് നമ്മൾ HBr ആഡ് ചെയ്യുന്നു. HBr ആഡ് നമുക്ക് 1 ബ്രോമോ ഈഥേൻ കിട്ടി, ഇത് 2 ബ്രോമോ ബ്യൂട്ടേൻ കിട്ടി. ഇനി അൺസിമെട്രിക്കൽ ആൽക്കീൻസിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അൺസിമെട്രിക്കൽ ആൽക്കീൻസിലേക്കാണ് HBr ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ മാർക്കോണിക്കോസ് റൂൾ നമ്മൾ ഫോളോ ചെയ്യും. അതെങ്ങനെ നമുക്ക് നോക്കാം. Markovnikov, a Russian chemist, made a generalization agent after studying such reaction detail. This generalization led Markovnikov to form a rule called Markovnikov rule. അപ്പോൾ എന്താണ് ഈ Markovnikov rule പറയുന്നത്? The rule states that the negative part of the addendum, ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന മോളിക്യൂളിന്റെ നെഗറ്റീവ് പാർട്ട് എന്താണ്? It gets attached to the carbon atom which possess less number of hydrogen atoms. So നമ്മുടെ മോളിക്യൂളിൽ കുറവ് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള മോളിക്യൂളിനായിരിക്കും ആര് കയറുന്നത്? നമ്മുടെ നെഗറ്റീവ് പാർട്ട് പോയി അറ്റാച്ച് ചെയ്യും. അക്കോർഡിംഗ് ടു ദിസ് റൂൾ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എസിമെട്രിക്കൽ ആൽക്കീൻ എടുക്കുന്നു അല്ലേ? പ്രൊപ്പീനിലേക്ക് നമ്മൾ HBr ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ്? ഇവിടെ H+ഉം Br- ഫോം ചെയ്യും. അപ്പൊ ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് Br- ആയി. അപ്പൊ ഈ Br- എവിടെയാണ് പോയി കയറേണ്ടത്? ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാരണം. അപ്പൊ ഇവിടെ നമുക്ക് 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, CH2 ഉണ്ട്, CH ഉണ്ട്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ കുറവുള്ള ആർക്കാണ്? CH-നാണ് അല്ലേ? ഈ സെക്കൻഡ് കാർബണിനാണ് കുറവുള്ളത്. അപ്പൊ അവിടെ ആയിരിക്കും നമ്മുടെ Br കയറുന്നത്. ഇവിടെ നമ്മുടെ ഹൈഡ്രജൻ കയറും. അപ്പൊ ഇത് 2 ഫോം ചെയ്യും. പക്ഷെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പൊ നമുക്ക് അതൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് മെക്കാനിസം നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഹൈഡ്രജൻ ബ്രോമൈഡ് പ്രൊവൈഡ്സ് എൻ ഇലക്ട്രോഫൈൽ H+, which attacks the double bond to form carbocation. അല്ലേ? അപ്പൊ ഇവിടെ നോക്കാം, നമ്മൾ H+ വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, H+ വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? H+ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കാർബോകാറ്റൻ ഫോം ചെയ്യും. ഓക്കെ, നോക്കുക, ഇവിടെ ഒരു കാർബോകാറ്റൻ ഫോം ചെയ്തു. കാർബോകാറ്റൻ ഫോം ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഉണ്ടായ കാർബോകാറ്റൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി കാർബോകാറ്റൻ ആണ് അല്ലേ? എൻഡിൽ വരുന്ന കാർബോകാറ്റൻ. പക്ഷെ ഈ കേസിൽ നോക്കാം, ഈ കേസിൽ നമുക്ക് ഉണ്ടാകുന്ന കാർബോകാറ്റൻ എന്ന് പറയുന്നതാണ് ഒരു സെക്കൻഡറി കാർബോകാറ്റൻ അല്ലേ? നമ്മൾ കാർബോകാറ്റന്റെ സ്റ്റെബിലിറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നാണ്. അവിടെ നോക്കുമ്പോൾ സെക്കൻഡറി ഉണ്ട്, പ്രൈമറി കാർബോകാറ്റൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സെക്കൻഡറി കാർബോകാറ്റൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പ്രൈമറി കാർബോകാറ്റൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഏതായിരിക്കും ഉണ്ടാവുക? സെക്കൻഡറി ആയിരിക്കും ഓബിയസ്ലി ഉണ്ടാവുക. അതായിരിക്കും പ്രൈമറിയെക്കാളും കൂടുതൽ സ്റ്റേബിൾ അല്ലേ? അപ്പൊ ഇവിടെ സെക്കൻഡറി കാർബോകാറ്റൻ ആയിരിക്കും ഉണ്ടാകുന്നത്. The secondary carbocation is more stable than the primary carbocation. Therefore, the former predominates because it is faster formed at a faster rate. അപ്പോൾ സെക്കൻഡറി കാർബോകാറ്റൻ സ്റ്റേബിൾ ആയതുകൊണ്ട് അതായിരിക്കും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. The carbocation is attacked by bromide ion to form the product H+. അപ്പൊ ആ ഉണ്ടായ കാർബോകാറ്റനിലായിരിക്കും എന്ത്? നമ്മുടെ ബ്രോമൈഡ് നെഗറ്റീവ് പാർട്ട് കയറി അറ്റാക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ലെസർ ഹൈഡ്രജൻ ഉള്ള ആറ്റത്തിലായിരിക്കും നെഗറ്റീവ് പാർട്ട് പോയി കയറുക എന്നുള്ള മാർക്കോണിക്കോസ് റൂൾ അതിൽ നിന്നാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ 2 ബ്രോമോ പ്രൊപ്പൈൻ ആയിരിക്കും ഈ കേസിൽ നമ്മുടെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എസ്റ്റിമേറ്റഡ് ആൽക്കീൻസ് വന്നാല് മാർക്കോണിക്കോസ് റൂൾ ആഡ് ചെയ്യുക, നമ്മൾ അപ്ലൈ ചെയ്യുക. സിമെട്രിക് ആൽക്കീൻസ് വന്നാൽ ഏതെടുത്താലും എന്താണ് ഒരേപോലെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുക. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് ആന്റി മാർക്കോണിക് ഓഫ് അഡീഷൻ ഓർ പെറോക്സൈഡ് എഫക്ട് ഓഫ് ഓർ കറാഷ് എഫക്ട്. അപ്പൊ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് മാർക്കോണിക് റൂൾ വെച്ചല്ല മറ്റേ പ്രൊഡക്റ്റ് നമുക്ക് എന്താണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? അതാണ് നമ്മൾ നോക്കുന്നത്. In the presence of peroxide, addition of HBr to unsymmetrical alkenes like propene takes place contrary to the Markovnikov. അപ്പോൾ നമ്മൾ HBr in presence of peroxide നമ്മൾ നടത്തിയാൽ ആന്റി മാർക്കോണിക്കോസ് പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ നെഗറ്റീവ് പാർട്ട് കൂടുതൽ ഹൈഡ്രജൻ ഉള്ള കാർബണിലായിരിക്കും പോയി കയറുക. ഓക്കെ, ദിസ് ഹാപ്പൻസ് ഓൺലി വിത്ത് HBr ബട്ട് നോട്ട് വിത്ത് HCl. അപ്പൊ ഇത് HBr മാത്രമേ പറ്റത്തുള്ളൂ, HCl വെച്ച് പറ്റത്തില്ല. HCl-ഉം HI-യും വെച്ച് പറ്റത്തില്ല. This addition reaction was observed by M.S. Karash and F.R. Mayo in 1933 at the University of Chicago. This reaction is known as peroxide or Karash effect or addition reaction anti to Markovnikov rule. അപ്പോൾ നോക്കാം, നമ്മൾ HBr in presence of peroxide നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നോർമലി Br കയറേണ്ടിയിരുന്നത് ഇവിടെ ആയിരുന്നു, പക്ഷേ അവിടെ അല്ല കയറുന്നത്,
ഇത് അതിന് നേരെ എന്താണ് ഇപ്പുറത്തുള്ള കാർബണിലായിരിക്കും, എൻഡിലുള്ള കാർബണിലായിരിക്കും ബ്രോമിൻ പോയി കയറുക. പിന്നെ മെക്കാനിസം നോക്കാം. പെറോക്സൈഡ് എഫക്ട് പ്രൊസീഡ്സ് ബൈ എ ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസം. അപ്പൊ എന്താണ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് ഉള്ളത്. അവിടെ നേരത്തെ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ് സാധാരണ നടക്കേണ്ടിയിരുന്നത്, പക്ഷെ ഇവിടെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ നമ്മൾ ബെൻസോയിൽ പെറോക്സൈഡ് ഉണ്ട്, അതിന്റെ ഹോമോളിസിസ് നടക്കുന്നു. ഹോമോളിസിസ് നടക്കുമ്പോൾ എന്താ നമുക്ക് രണ്ട് 2C6H5CO2 അല്ലേ, ഇങ്ങനെ ഒരു രണ്ട് ഫ്രീ റാഡിക്കൽസ് നമുക്ക് കിട്ടും. ആ ഫ്രീ റാഡിക്കൽ എന്താണ് ഇവിടുന്ന് CO2 പോയാൽ CO2 ഇവിടെ നിന്ന് പോകുന്നു. അപ്പൊ എന്താണ് നമുക്ക് രണ്ട് ബെൻസൈൽ ഫ്രീ റാഡിക്കൽ നമുക്ക് ഇവിടെ കൊണ്ടുവരുന്നു. ഓക്കെ, രണ്ട് ബെൻസൈൽ ഫ്രീ റാഡിക്കൽ കിട്ടുന്നു. ഈ ബെൻസൈൽ ഫ്രീ റാഡിക്കൽ പോയി നമ്മുടെ HBr ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, നമ്മുടെ അവിടെ ബെൻസീനും ഉണ്ടാവുന്നു, പകരം അവിടെ ഒരു അതിന്റെ കൂടെ ഒരു ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടാകും. ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടാകുമ്പോൾ നമുക്കിവിടെ ആ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ പോയി നമ്മുടെ പ്രൊപ്പീനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താണ് ഈ ബോണ്ടിന് ഹോമോലിസിസ് നടന്ന എന്താണ് ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്നു, ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ. ഓക്കെ, അപ്പൊ ബ്രോമിൻ ഇവിടെ രണ്ട് സ്ഥലത്ത് അറ്റാക്ക് ചെയ്യാം. രണ്ട് സ്ഥലത്ത് അറ്റാക്ക് ചെയ്യാമെങ്കിലും ബ്രോമിൻ ഏത് പ്രിഫർ ചെയ്യും? ഇവിടെ നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് ഇവിടെ പ്ലേയിൽ വരുന്നത് നമ്മുടെ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കലിന്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ആയിരിക്കും ഇവിടെ പ്ലേയിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കാം, ഇവിടെ നമുക്ക് രണ്ട് ഫ്രീ റാഡിക്കൽ ഉണ്ടാവും അല്ലേ. ഒന്നുകിൽ ഒരു പ്രൈമറി ഫ്രീ റാഡിക്കൽ ബാക്കി വരാം, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ബാക്കി വരാം. അപ്പൊ നമുക്കറിയാം ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. ഇപ്പൊ ബ്രോമിൻ വന്ന് ഈ കാർബണിനെ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ എന്താണ് അവിടെ ബാക്കി വരുന്ന ഒരു പ്രൈമറി ഫ്രീ റാഡിക്കൽ ആയിരിക്കും. പക്ഷെ അതല്ല, ബ്രോമിൻ വന്ന് എൻഡിലുള്ള കാർബണിനെ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ അവിടെ ബാക്കി വരുന്നത് സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ആയിരിക്കും. സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ആണ് പ്രൈമറിനേക്കാളും സ്റ്റേബിൾ ആയതുകൊണ്ട് ബ്രോമിൻ എന്താണ് എൻഡിലുള്ള കാർബൺ അറ്റാക്ക് ചെയ്ത് സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ബാക്കി വരും. അവിടെ നമ്മുടെ അടുത്ത HBr മോളിക്യൂൾ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഹോമോളിസിസ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഇത് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ആന്റി മാർക്കോണിക് പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടാം. ഓക്കെ, അപ്പം നമ്മൾ നോർമലി HBr അല്ലെങ്കിൽ ഹൈഡ്രജൻ ഹാലൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടന്ന് മാർക്കോണിക് പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ ആയിട്ട് കിട്ടുക. പക്ഷെ നമുക്ക് ബ്രോമിൻ നമുക്ക് ബ്രോമിൻ വെച്ച് മാത്രം നമുക്ക് HBr വെച്ച് മാത്രം നമുക്ക് ആന്റി മാർക്കോണിക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. അത് നമ്മൾ പെറോക്സൈഡ് പ്രസൻസിൽ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് ആന്റി മാർക്കോണിക് പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, it may be noted that the peroxide effect is not observed in addition of HCl and HL. This may be due to the fact that HCl bond being stronger than HBr bond is not cleared by free radical. എന്താണ് HCl-ഉം HI ഈ റിയാക്ഷൻ നമ്മൾ തരത്തില്ലെന്ന് പറഞ്ഞു. കാരണം എന്താ, HBr ഹൈഡ്രജൻ ബ്രോമൈഡ് ബോണ്ടിനെക്കാളും സ്ട്രോങ് ആണ് HCl ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല HI ബോണ്ട് വീക്കർ ആണ്, അയഡിൻ ഫ്രീ റാഡിക്കൽസ് കമ്പൈൻഡ് ഫോം അയഡിൻ മോളിക്യൂൾസ്. അപ്പൊ HI ബോണ്ട് എന്ന വീക്കാണ്, അവിടെ ഉണ്ടാവുന്ന അയഡിൻ ഫ്രീ റാഡിക്കൽസ് എന്നാണ് അവർ തമ്മിൽ തന്നെ കമ്പൈൻ ചെയ്ത് അയഡിൻ ഫോം ചെയ്ത് അവരങ്ങ് പോകും. ഓക്കെ, അവർ ഭയങ്കര റിയാക്ട് ചെയ്യും. ഓക്കെ, അടുത്ത നാലാമത്തെ റിയാക്ഷൻ, ഇപ്പൊ ഹൈഡ്രജൻ ഹാലൈഡിന്റെ അഡീഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് നാലാമത്തെ റിയാക്ഷൻ, അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. കോൾഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ്സ് ടു ദ ആൽക്കീൻസ് ഇൻ അക്കോർഡിംഗ്സ് വിത്ത് മാർക്കോണിക് റൂൾ ടു ഫോം ആൽക്കൈൽ ഹൈഡ്രജൻ സൾഫർ. അല്ല, ഇപ്പൊ HSO3 ഗ്രൂപ്പ് അവിടെ കയറും, സൾഫ്യൂരിക് ആസിഡ് കയറിയാൽ HSO3 ഗ്രൂപ്പ് എന്താണ്, അത് മാർക്കോണിക് അഡീഷൻ ആണ് നടക്കുന്നത്. അപ്പൊ നോക്കുക, HSO4 ഗ്രൂപ്പ് കയറും. HSO4 ഗ്രൂപ്പ് എന്താണ്, അതാണ് ഇവിടുത്തെ നെഗറ്റീവ് ഗ്രൂപ്പ്, നെഗറ്റീവ് പാർട്ട് അല്ലേ. ആ നെഗറ്റീവ് പാർട്ട് പോയി ലെസ്സർ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിൽ പോയി കയറുന്നു. ഇവിടെ നോക്കുക, സിമെട്രിക് ആൽക്കീൻസ് ആകുമ്പോൾ ഒരേപോലെ തന്നെ വരും. അപ്പൊ നമുക്ക് ഈതൽ ഹൈഡ്രജൻ സൾഫേറ്റ് കിട്ടുന്നു. സിമെട്രിക്കൽ ആൽക്കീൻസ് വരുമ്പോൾ എന്താണ്, നെഗറ്റീവ് പാർട്ട് ലെസ് ഹൈഡ്രജൻ ഉള്ള കാർബണിൽ പോയി കയറും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇതായിരിക്കും HSO4 പോയി നടുക്കത്തെ കാർബണിൽ കയറും. ഓക്കെ, അടുത്ത അഡീഷൻ ഓഫ് വാട്ടർ. ഇവിടെ എന്താണ് മാർക്കോണിക് റൂൾ വെച്ച് നമ്മൾ നോക്കുക, വാട്ടർ നമുക്ക് H-ഉം OH ഉണ്ട്. എന്താണ് OH ആണ് മൈനസ് പാർട്ട്, അത് പോയി നമ്മൾ ലെസ്സർ ഹൈഡ്രജൻ ഉള്ള കാർബണിൽ പോയി കയറുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ 2-methyl പ്രൊപ്പീനിൽ സെക്കൻഡ് കാർബൺ ആണ് എന്ത് ഹൈഡ്രജൻ കുറവുള്ളത്. അപ്പൊ അവിടെ പോയി OH കയറുന്നു, മറ്റേ കാർബണിൽ H-ഉം കയറുന്നു. ഇപ്പൊ ഡബിൾ ബോണ്ട് പോകുന്നു. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ വാട്ടർ ആഡ് ചെയ്താൽ നമുക്ക് ആൽക്കീൻസിനെ ആൽക്കഹോൾസ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അടുത്തത് ഓക്സിഡേഷൻ. ആൽക്കീൻസ് ഓൺ റിയാക്ഷൻ വിത്ത് കോൾഡ് ഡൈല്യൂട്ട് അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇപ്പൊ എന്താണ് നമ്മൾ കോൾഡ് ഡൈല്യൂട്ട് അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കുക. എന്താണ് വീക്ക് ഓക്സിഡൈസിംഗ് നടത്തിയാൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേയസ് റിയേജൻ. അതെന്താണ്, അത് നമുക്ക് വിസിനൽ ഗ്ലൈക്കോൾസ് തരും. അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് കാർബണിൽ അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് അടിക്കുന്ന കാർബണിൽ രണ്ടിലും എന്താണ് ഓരോ OH ഗ്രൂപ്പ് കയറി നമുക്ക് വിസിനൽ ഗ്ലൈക്കോൾസ് കിട്ടും. ഓക്കെ, നമുക്ക് CH2 ഡബിൾ ബോണ്ട് CH2 നമ്മൾ കോൾഡ് ഡൈല്യൂട്ട് KMnO4 വെച്ച് ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് ഇതാണ് ഈഥേൻ 1,2 ഡയോൾ അല്ലെങ്കിൽ ഗ്ലൈക്കോൾ കിട്ടി.
ആണെങ്കിൽ പ്രൊപ്പൈൻ 1,2 ഡയോൾ കിട്ടും. ഓക്കെ, ഇനി അതല്ല നമ്മൾ അസിഡിക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ അസിഡിക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിച്ചാൽ എന്താ അത് സ്ട്രോങ് എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പൊ ആൽക്കീൻസ് എന്തായിട്ട് മാറുന്നു? കീറ്റോൺസ് അല്ലെങ്കിൽ ആസിഡ്സ് ആയിട്ട് മാറുന്നു. എന്ത് ഡബിൾ ബോണ്ട് പൊസിഷൻ വെച്ച് ആൽക്കീൻസ് അല്ലെങ്കിൽ ആൽക്കൈൻസ് ആയിട്ട് മാറും. ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് എന്താണ് 2-മെഥൈൽ പ്രൊപ്പൈൻ ആണുള്ളത്. ഓക്കെ, 2-മെഥൈൽ പ്രൊപ്പൈനെ നമ്മൾ അസിഡിക് KMnO4 വെച്ച് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ അറിയിക്കുക, ഡയറക്റ്റ് ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് നമ്മൾ രണ്ടിനെ ആസിഡ് ആക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഡബിൾ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ നോക്കി നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് ആണ് കിട്ടേണ്ടത്. ഒന്ന് പ്രൊപ്പാൻ 2 കിട്ടണം ഇതേപോലെ തന്നെ. പിന്നെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് നമുക്ക് ഫോർമിക് ആസിഡ് ആണ് കിട്ടേണ്ടത്. സോ ഫോർമിക് ആസിഡ് എന്ത് ചെയ്തു? ഫോർമിക് ആസിഡ് നമുക്ക് CO2H2 ആയിട്ടാണ് മാറും. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. ബ്യൂട്ടി 2 ആണെങ്കിൽ ഇവിടെ വെച്ച് ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് രണ്ടും ആസിഡ് ആകുമ്പോൾ നമുക്ക് രണ്ട് എത്തനോയിക് ആസിഡ് അല്ലെങ്കിൽ അസിഡിക് ആസിഡ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഓക്സിഡേഷൻ. പാർഷ്യൽ ഓക്സിഡേഷനും ഉണ്ട്, ഫുൾ ഓക്സിഡേഷനും ഉണ്ട്. അടുത്ത ഓസോണോലിസിസ്. Ozonolysis of alkenes involve the addition of ozone molecule to the alkene to form ozonide. അപ്പോൾ ozonide ആണ് ഇവിടെ ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റ്. And then cleavage of the ozonide by zinc water to smaller molecules. This reaction is highly useful in detecting the positions of double bond in alkenes or other unsaturated compounds. അപ്പോൾ നമുക്ക് നമ്മൾ ഓസോണോലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, പ്രൊപ്പീൻ എന്താണ് ഓസോണോലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊപ്പീൻ ഓസോണൈഡ് കിട്ടുന്നത്. അതാണ് ഇവിടുത്തെ ഇന്റർമീഡിയറ്റ്. അത് നമ്മൾ സിങ്ക് പ്ലസ് വാട്ടർ കൊടുത്താൽ എത്തനാലും കിട്ടി, മെത്തനാലും കിട്ടി. ഇപ്പൊ നമ്മള് ബോണ്ട് ഉള്ള സ്ഥലം അവിടെ വെച്ച് മുറിച്ച് എന്താണ് നമുക്ക് അവിടെ ആൽഡിഹൈഡ് ആക്കുന്നു എന്ന് വിചാരിച്ചാൽ ഇവിടെ നോക്കാം, ഇവിടെ മുറിച്ചാൽ ഡബിൾ ബോണ്ടോടെ ഇൻട്രൊഡ്യൂസ് എന്നാലും വെക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വെച്ച് മുറിച്ചാൽ എന്താ ഇവിടെ C ഡബിൾ ബോണ്ടോയെ എടുത്തുള്ളൂ. അപ്പൊ ഇവിടെ കീറ്റോൺ കിട്ടും, ഇവിടെ ഇത് മെത്തനാലും ആവും, ഇത് എന്താവും അസറ്റോണും ആവും. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയ പ്രൊഡക്ട്സ്. പ്രൊപ്പാൻ 2 ഓണും HCHO. ഇവിടുത്തെ ഇന്റർമീഡിയറ്റ് ആണ് ഈ ഓസോണൈഡ്. ഓക്കെ, അടുത്ത റിയാക്ഷൻ പറയുന്നത് പോളിമറൈസേഷൻ റിയാക്ഷൻ വിത്ത് പോളിത്തീൻ ബാഗ്സ് ആൻഡ് പോളിത്തീൻ ഷീറ്റ്സ്. Polythene is obtained by the combustion of large number of ethene molecule, combination of large number of ethene molecules at high temperature, high pressure and the presence of a catalyst. അപ്പോൾ അത് പോളിമേഴ്സ് ചാപ്റ്റർ പഠിക്കും, ഞങ്ങൾ പഠിക്കും സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ കാറ്റലിസ്റ്റ് ഉണ്ട്. അത് വെച്ച് പോളിമറൈസ് ചെയ്താണ് പോളിത്തീന്റെ മാനുഫാക്ചറിങ് നടത്തുന്നത്. അപ്പോൾ കുറെ ഈഥീൻ മോളിക്യൂൾസിനെ നമ്മൾ എന്താണ് കമ്പൈൻ ചെയ്ത് ബോണ്ട് ചെയ്ത് തമ്മിൽ ബോണ്ട് ചെയ്യിച്ച് ആണ് നമ്മൾ പോളിത്തീൻ ഉണ്ടാക്കുന്നത്. The large molecules thus obtained are called polymers. This reaction is known as polymerization. ഇപ്പോൾ ഒരു യൂണിറ്റ് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് വലിയ മോളിക്യൂൾ ആക്കുമ്പോൾ ആക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. The simple compounds from which polymers are made are called monomers. അപ്പം പോളിമേഴ്സിന്റെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോമർ. ഇപ്പൊ നോക്കാം, ഇവിടെ ഈഥീൻ മോളിക്യൂൾ നമ്മൾ ഹൈ ടെമ്പറേച്ചറും പ്രഷറും വെച്ച് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നമ്മൾ പോളിമറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പോളിത്തീൻ കിട്ടുന്നത്. ഓക്കെ, N times. ഓക്കെ, ഇപ്പൊ പ്രൊപ്പീൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് പോളിപ്രൊപ്പീൻ. Polymers are used for the manufacture of plastic bags, squeeze bottles, refrigerated dishes, toys, pipes, radio and TV cabinets, etc. Polypropylene is used for the manufacture of milk crates, plastic buckets and other molded articles. ഇപ്പോൾ ഇവിടെ ഓരോന്നിന്റെ ഓരോ പോളിമേഴ്സിന്റെ യൂസസ് ആണ് പറയുന്നത്. പോളിപ്രോപ്പീന്റെ യൂസ് ഇവിടെ പറയുന്നുണ്ട്. മിൽക്ക് ക്രേറ്റും പ്ലാസ്റ്റിക് ബക്കറ്റും പിന്നെ അല്ല അതർ മോൾഡഡ് ആർട്ടിക്കിൾസ് ഇതിനെല്ലാം മാനുഫാക്ചർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. These materials have now become common. Excessive use of polythene and polypropylene is a matter of great concern for all of us. അല്ലേ, ഇവര് നമ്മുടെ ബോഡിക്ക് ഹാർംഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്, പക്ഷെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളുമാണ്. ഓക്കെ, അത് നമുക്ക് പറയാനുള്ളത് ആൽക്കൈൻസ്. ഓക്കെ, അപ്പൊ ആൽക്കൈൻസ് നമ്മൾ ഇവിടെ വെച്ച് എന്താണ് അവരുടെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, കുറച്ച് റിയാക്ഷൻസ് പറഞ്ഞു, അഡീഷൻ റിയാക്ഷൻ പറഞ്ഞു, പിന്നെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം വരെയുള്ള കുറച്ച് റിയാക്ഷൻസ് പറഞ്ഞു. ഓക്കെ, ലൈക്ക് alkenes are also unsaturated hydrocarbons. They contain at least one triple bond between two carbon atoms. ഇപ്പൊ ഇവിടെ എന്താണ് ഒരു ട്രിപ്പിൾ ബോണ്ട് എങ്കിലും കാണും. The number of hydrogen atoms is less than in alkenes. അല്ലെ, ഇപ്പൊ എന്താണ് ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ എന്താ വീണ്ടും ഒരു ബോണ്ട് കൂടെ എക്സ്ട്രാ വരുന്നതുകൊണ്ട് വീണ്ടും 2 ഹൈഡ്രജൻ കുറയും. ഇല്ലേ, അപ്പൊ അവരുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n-2 ആയിരിക്കും. The first stable member of the alkyne series is known as ethane. ഇപ്പൊ ഫസ്റ്റ് മെമ്പർ ആരാണ്? ഈഥൈൻ ആണ്, which is popularly known as acetylene. Acetylene is used for arc welding. ഫസ്റ്റിന്റെ യൂസസ് ആണ് പറയുന്നത് ആർക്ക് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നു. In the form of oxyacetylene flame obtained by mixing acetylene with oxygen gas. അപ്പൊ അസിറ്റലീൻ ഓക്സിജൻ വെച്ച് നമ്മൾ മിക്സ് ചെയ്യുന്ന സാധനമാണ് ഓക്സിഅസിറ്റലീൻ. അത് കമ്പഷൻ നടത്തിയാണ് നമ്മൾ ആർക്ക് വെൽഡിങ് നടത്തുന്നത്. Alkynes are starting materials for a large number of organic compounds. Hence it is interesting to study this class of organic compounds. അപ്പൊ നമ്മൾ ഇവരുടെ നോമൻക്ലേച്ചർ ഐസോമെറിക്സ് ആണ് പറയുന്നത്. In common system, alkynes are named as derivatives of acetylene. അസിറ്റലീന്റെ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ കോമൺ സിസ്റ്റത്തിൽ ആൽക്കൈൻസിന്റെ
നെയിമിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇൻ IUPAC സിസ്റ്റം ദേ ആർ നെയിംഡ് ആസ് ഡെറിവേറ്റീവ് ഓഫ് ദി കറസ്പോണ്ടിങ് ആൽക്കെയിൻസ് റീപ്ലേസിംഗ് ANE ബൈ ദി സഫിക്സ് YN. ഇപ്പം ആൽക്കെയിൻസിന്റെ ANE മാറ്റി YNE ആക്കുമ്പോൾ നമുക്ക് IUPAC നെയിം കിട്ടുന്നു. ഇവിടെ നോക്കാം, കോമൺ നെയിം അസ്റ്റലീൻ ആണ്, അസ്റ്റലീൻ തന്നെയാണ്. IUPAC നെയിം ഈഥൈൻ ആണ്, C3H4 അല്ലേ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അസറ്റിലീൻ എന്നാണ് നമ്മൾ കോമൺ നെയിമിൽ എഴുതുന്നത്. അപ്പൊ ഇതെന്താണ്, ഇത് മീഥൈൽ അസ്റ്റലീൻ പ്രൊപ്പൈൻ, ഇത് ഈഥൈൽ അസ്റ്റലീൻ, ഡൈമീഥൈൽ അസ്റ്റലീൻ ആണ്, ഇത് BOT2 ഓക്കെ. The position of the triple bond is indicated by the first triply bonded carbon. അല്ലേ. അപ്പൊ നമ്മൾ ചെയിൻ എന്താണ്, മറ്റൊരു ചെയ്യുന്ന പോലെ തന്നെ ലോങ്ങസ്റ്റ് ചെയിൻ ട്രിപ്പിൾ ബോണ്ട് വരുന്ന ലോങ്ങസ്റ്റ് ചെയിൻ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് ട്രിപ്പിൾ ബോണ്ടിന് ഏറ്റവും കുറഞ്ഞ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്പർ ചെയ്ത് പേരെഴുതും. That ethane and propane have got only one structure, but there are two possible structure for butane. അപ്പൊ നമ്മൾ എല്ലായിടത്തും പറഞ്ഞ പോലെ തന്നെ ഈഥൈനും പ്രൊപ്പൈനും എന്താണ് ഒറ്റ സ്ട്രക്ചറേ ഉള്ളൂ. എല്ലാ ആൽക്കൈൻസിനും എല്ലാം എന്താണ് ഒറ്റ സ്ട്രക്ചറേ ഉള്ളൂ. പക്ഷെ ബ്യൂട്ട് വരുമ്പോൾ സ്ട്രക്ചേഴ്സ് വേറെ പോസിബിൾ ആണ്. ബ്യൂട്ടൻ ആണെങ്കിൽ BUT1 പോസിബിൾ ആണ്, BUT2 പോസിബിൾ ആണ്. Since these two compounds differ in their structures due to the position of triple bond, they are known as position isomers. ഇവിടെ എന്താണ്, ട്രിപ്പിൾ ബോണ്ട് പൊസിഷനിലാണ് വ്യത്യാസം വരുന്നത്, അതുകൊണ്ട് അവര് പൊസിഷൻ ഐസോമേഴ്സ് ആണ്. In how many ways you can construct the structure for the next homologue എന്ന് വെച്ചാൽ പെൻഡൈനെ എത്ര രീതിയിൽ നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാം. ഇപ്പൊ നോക്കാം അല്ലേ. ആദ്യം നോർമൽ പെൻഡൈൻ ഫസ്റ്റ് പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നു അല്ലേ. സെക്കൻഡ് പൊസിഷനിലോട്ട് മാറ്റിയാൽ Pent2 കിട്ടുന്നു. പിന്നെ എന്താണ്, ഒരു ബ്രാഞ്ചിങ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്താണ്, നമുക്ക് 3-methyl-but1 കിട്ടുന്നു. ഓക്കെ. അപ്പൊ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് നോക്കുകയാണെങ്കിൽ എന്താ, ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും നോക്കുകയാണെങ്കിൽ എന്താ, അവിടെ ട്രിപ്പിൾ ബോണ്ട് പൊസിഷനിൽ മാത്രം വ്യത്യാസം. അപ്പൊ 1ഉം 2 എന്താണ്, പൊസിഷൻ ഐസോമേഴ്സ് ആണ് അല്ലേ, പൊസിഷൻ ഐസോമേഴ്സ്. 1ഉം 3ഉം 2ഉം 3ഉം നോക്കുകയാണെങ്കിൽ എന്താ, 1ഉം 3ഉം എന്താണ്, ചെയിൻ ലെങ്തിലാണ് വ്യത്യാസം. 1ഉം 3ഉം നോക്കിയാൽ ചെയിൻ ലെങ്തിലെ വ്യത്യാസം. അപ്പൊ അവിടെ എന്താണ്, അത് അവര് 1ഉം 3ഉം എന്താണ് ചെയിൻ ഐസോമേഴ്സ്. 2ഉം 3ഉം നോക്കുക, അവിടെയും നമ്പർ ഓഫ് കാർബൺ, പക്ഷേ ചെയിനിൽ ലെങ്ത്തിന് മാത്രമാണ് വ്യത്യാസം വരുന്നത്, അതുകൊണ്ട് അവരും എന്താണ്, അവരും ചെയിൻ ഐസോമേഴ്സ് ആണ്. ഓക്കെ. നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ട് നിർത്താണ്, ബാക്കി നമുക്ക് അടുത്ത